വിരാട് കോഹ്ലി, മഹേന്ദ്ര സിംഗ് ധോണി, റിയാൻ പരാഗ്, ക്ലാസൻ. IPL-ൽ ഇക്കുറി ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പല മറുപടികളും ഉയരും. പക്ഷേ ഈ IPL-ലെ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ഹാർദിക് പാണ്ഡ്യ എന്നാകും ഒരേ സ്വരത്തിൽ ഉയരുന്ന മറുപടി. ക്രിക്കറ്റ് താരങ്ങളെ ഇത്രയും ഹൃദയത്തോട് ചേർത്ത ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇന്ത്യൻ താരത്തോട് തന്നെ ഇത്രയും വെറുപ്പുയരുന്നത് ഇതാദ്യമായിരിക്കും. ഒറ്റപ്പെട്ട മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേരെ മുമ്പും കൂവലുണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി സൗരവ് ഗാംഗുലിയെ പുറത്തിരുത്തിയതിൻ്റെ പേരിൽ ഈഡൻ ഗാർഡനിൽ രാഹുൽ ദ്രാവിഡിനെ കൂവിയിട്ടുണ്ട്. കരിയറിൻ്റെ തുടക്കകാലത്ത് കോഹ്ലിയെ വാങ്കഡയിൽ കൂവിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളെ തച്ചുടച്ച് ലോക കിരീടത്തിൽ മുത്തമിട്ട ഓസ്ട്രേലിയക്കാരൻ കുമ്മിൻസ് പോലും ആരാധകരാൽ സ്വീകരിക്കപ്പെടുമ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ ഇത്രയും വെറുക്കപ്പെടുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? ക്യാപ്റ്റൻസി റെക്കോർഡ് നോക്കിയാൽ പാണ്ഡ്യ മോശക്കാരനല്ല. കന്നി സീസണിൽ ഗുജറാത്തിനെ ചാമ്പ്യന്മാരാക്കിയ പാണ്ഡ്യ തൊട്ടടുത്ത സീസണിൽ റണ്ണേഴ്സപ്പ് ആക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പാണ്ഡ്യ മുംബൈയിൽ എത്തുന്നത്. ഒരു വേള ഈ വർഷം നടക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ പാണ്ഡ്യ നയിക്കുമെന്ന് വരെ ചർച്ചകളുണ്ടായിരുന്നു. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിലല്ല, മറിച്ച് മുംബൈക്കായി 5 കിരീടങ്ങൾ നേടിയ രോഹിത് ശർമ്മയോട് ടീം മാനേജ്മെൻറ്റ് അനീതി കാണിച്ചുവെന്ന തോന്നലാണ് ആരാധകരെ ക്ഷുഭിതരാക്കുന്നത്. ആരാധകരെ മാത്രമല്ല, ടീമംഗങ്ങൾക്ക് പോലും അതിൽ അസ്വസ്ഥതയുണ്ട്. പാണ്ഡ്യയുടെ വരവിനെ സോഷ്യൽ മീഡിയയിൽ പോലും ഒരു സഹതാരവും സ്വാഗതം ചെയ്തിരുന്നില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായതിനു പിന്നാലെയുള്ള ബുംറ അടക്കമുള്ളവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും രോഹിതിൻ്റെ ഭാര്യ ഋതിക, കോച്ച് മാർക്ക് ബോച്ചർക്കെതിരെ തുറന്നടിച്ചതുമെല്ലാം ഈ വിവാദങ്ങൾക്ക് എരിവ് പകർന്നു. എന്നാൽ രോഹിതിനെ മാറ്റിയത് കൊണ്ടല്ല, ഹാർദിക് പാണ്ഡ്യയുടെ ആറ്റിറ്റ്യൂഡും രീതികളുമാണ് ആരാധകരെ ക്ഷുഭിതരാക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ രോഹിതിനേക്കാൾ വൻമരമായ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ ചെന്നൈ ക്യാപ്റ്റൻസിൽ നിന്നും മാറ്റി ഋതുരാജ് ഗെയ്ക്വാദിനെ പകരക്കാരനാക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഉയരാത്തത് പലരും ഉദാഹരണമായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഋതുരാജിന് ക്യാപ്റ്റൻസി നൽകുന്നത് ധോണിയുടെ അറിവോടെയാണെന്നും മുംബൈയിൽ സംഭവിച്ചത് അതല്ലെന്നും വാദിക്കുന്നവരുണ്ട്. പക്ഷേ 2017-ൽ ധോണി ഉണ്ടായിരിക്കെ തന്നെ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് നായകനായി സ്റ്റീവ് സ്മിത്തിനെ തെരഞ്ഞെടുത്തപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരെയും കൂസാത്ത പാണ്ഡ്യയുടെ ആറ്റിറ്റ്യൂഡ്, ആഡംബര ജീവിതശൈലി, വിവാദ അഭിമുഖങ്ങൾ, ബുംറയടക്കമുള്ള മുംബൈ താരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതി, ഇതിനെല്ലാം പുറമെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങാനാകാത്തത് എന്നിവയെല്ലാം പാണ്ഡ്യയ്ക്ക് മേലുള്ള വെറുപ്പിന് ആക്കം കൂട്ടുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. രോഹിതിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന പാണ്ഡ്യ രോഹിതിനെ തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള രോഷം നാട്ടുകാർ തന്നെയുള്ളപ്പോൾ വഡോദരക്കാരനായ പാണ്ഡ്യ നയിക്കുന്നതിൽ മുംബൈക്കാർക്കുള്ള ദേഷ്യം തുടങ്ങിയവയും വെറുപ്പ് വർദ്ധിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. പൊതുവെ യൂറോപ്യൻ ഫുട്ബോളിൽ കാണുന്ന ഹ്യൂളിഗാനിസത്തിന് സമാനമായാണ് പാണ്ഡ്യക്കെതിരെ രോഷമേറുന്നതെന്ന് കാണാം. കെവിൻ പീറ്റേഴ്സൺ അടക്കമുള്ള വിദേശ താരങ്ങൾ പോലും ഈ കൂവലുകൾ കണ്ട് അമ്പരന്നു. എന്നാൽ പോയ 3 സീസണുകളിലും പരാജയമായ മുംബൈ ഇന്ത്യൻസിന് ഈ തലമാറ്റം അത്യാവശ്യമാണെന്നാണ് ടീം മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നത്. സീസണിൽ മുംബൈയുടെയും പാണ്ഡ്യയുടെയും പ്രകടനം മെച്ചപ്പെടുന്നതിനനുസരിച്ച് ആരാധക രോഷം തണുക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. പാണ്ഡ്യയുടെ മോശം പ്രകടനത്തെ വിമർശിക്കുന്നവർ രോഹിത് ശർമ്മയുടെ മോശം പ്രകടനങ്ങളെ കാണാതെ പോകുന്നുവെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്തൊക്കെയായാലും കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി ഡീൽ ചെയ്യാമായിരുന്നുവെന്ന് മുംബൈ മാനേജ്മെൻറ്റ് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പാണ്ഡ്യയിൽ തന്നെ വിശ്വസിച്ച് ടീം മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുമോ അതോ രോഹിതിനെ തിരികെ വിളിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.